എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോസിന് മഴ സമയത്ത് നമ്മൾ കൊടുക്കേണ്ട കെയറിനെ പറ്റി. അതിൻ്റെ പ്രൂഫാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റോസ് എല്ലാം. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കണ്ടിന്യൂസ് മഴയാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ റോസും മഴയത്ത് തന്നെ ഇരിക്കുന്ന റോസാണ്. ഏതെങ്കിലും ഒരു റോസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കൂ. ഒരു റോസിനും ഒരു പ്രോബ്ലവും ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാ റോസിലും നന്നായിട്ട് ഫ്ലവേഴ്സും ഉണ്ട്. ഒരു ലീവ്സും ഇടയ്ക്കെങ്ങാനും മഞ്ഞ കളറാവുന്ന അല്ലാതെ ഇപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന റോസാണ്. ഇപ്പോഴും നല്ലോണം മുട്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുത്തത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു വളവും കൊടുത്തിട്ടില്ല. കാരണം വേറെ വളം ഏത് കൊടുത്താലും ചെടി ഇപ്പോൾ അബ്സോർവ് ചെയ്യത്തില്ല, വെള്ളത്തിൻ്റെ കൂടെ ഒലിച്ചു പോവുകയുള്ളൂ. അതുകൊണ്ട് മഴ മാറുന്ന സമയത്ത് NPK ഡൈല്യൂട്ട് ചെയ്ത് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. വേറെ ഒരു വളവും കൊടുക്കേണ്ട ആവശ്യവുമില്ല. ആദ്യമൊക്കെ എനിക്കും റോസ് വളർത്താൻ നല്ല പ്രയാസമായിരുന്നു. ഞാനും വിചാരിച്ച് നമുക്ക് റോസ് വളർത്താൻ ഭയങ്കര പ്രയാസമാണ്, ഇവിടെ പിടിക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഞാനും ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ട് ശീലിച്ചിട്ട് ട്രൈ ചെയ്ത് മാത്രമാണ് ഇത് ഇത്രയും സക്സസ് ആവാൻ കാരണം. എല്ലാവരും പറയും കേരളത്തിൽ റോസ് വളരാൻ ഭയങ്കര പ്രയാസമാണ്, വളരുവാണെങ്കിലും തണുപ്പുള്ള പ്രദേശത്ത് മാത്രമേ വളരുള്ളൂ. പക്ഷേ എനിക്ക് മനസ്സിലായി ഇപ്പോൾ. കണ്ടില്ലേ, റോസ് എല്ലാം നമുക്കും നന്നായിട്ട് കെയർ ചെയ്താൽ നമുക്കും വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന റെഡ് റോസ് ഒരു ഒറ്റ പ്ലാന്റിലാണ് ഇത്രയും പൂ പിടിച്ച് നിൽക്കുന്നത്. കണ്ടേ, എത്ര ഫ്രഷായിട്ട് എത്ര ഹെൽത്തി ആയിട്ടാണ് ആ റോസ് നിൽക്കുന്നത്. ആ റോസ് മഴയത്ത് തന്നെ നിൽക്കുക, എന്നിട്ടും ഇത്രയും നന്നായിട്ട് പൂ പിടിച്ചിരിക്കുന്നത് കണ്ടോ. കണ്ടേ, എത്ര ഒരു ലീഫ് പോലും ഇതുവരെ യെല്ലോ കളറായിട്ട് കൂടിയില്ല. ഞാൻ ഈ കാണിച്ച കൂടുതൽ റോസും ഞാൻ 100 രൂപയ്ക്ക് 5 എണ്ണം ഉള്ളതും അതുപോലെ 100 രൂപയ്ക്ക് 3 എണ്ണം കിട്ടുന്നതൊക്കെയാണ് ഏറ്റവും കൂടുതൽ എൻ്റെ കയ്യിലുള്ളത്. പിന്നെ 100 രൂപ കൂടുതലുള്ളതായിട്ട് വളരെ കുറച്ച് റോസേ ഉള്ളൂ. പിന്നെ റെയർ കളറൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. ഒരു പക്ഷേ ചീത്തയായാലോ എന്ന് പേടിച്ചിട്ട്. പക്ഷേ എൻ്റെ എല്ലാ റോസും ഇപ്പം നന്നായിട്ട് കിളിച്ച് നല്ല പൂവും തരുന്നുണ്ട് ത്രൂ ഔട്ട് ദ ഇയർ. അതാണ്, എപ്പോഴും എൻ്റെ റോസിൽ പൂവുണ്ടാവും. അത് നമ്മൾ എങ്ങനെ അതിനെ കെയർ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് റോസ് ഇത്രയും നന്നായിട്ട് ഫ്ലവേഴ്സ് തരുന്നത്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തു, നിങ്ങളുടെ റോസിനും നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. റിസൾട്ട് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ.